ശരി, ഞാൻ അരുൺകുമാറിലേക്ക് വന്നു. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ഇപ്പോൾ നിങ്ങൾ പ്രതിസ്ഥാനത്താണെന്ന് ഇപ്പോഴത്തെ ഭരണപക്ഷം പറയുന്നു. അതിന് ഉദാഹരണങ്ങൾ സഹിതം അദ്ദേഹം അത് വിശദീകരിക്കുകയും ചെയ്തു. 2022 മുതൽ ഇങ്ങനെ അഭിഭാഷക കമ്മീഷൻ അങ്ങോട്ട് വരുന്നുണ്ട്. അന്ന് മുതൽ കോടതി ഉത്തരവുകളുണ്ട് ഈ 7 കുടുംബങ്ങൾക്കെതിരെ. അന്ന് നിങ്ങൾ എന്ത് നിലപാടാണ് എടുത്തത്? അന്ന് നിങ്ങൾ ഈ കുടുംബങ്ങൾക്കൊപ്പം നിന്നിരുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ടല്ലോ. ഇപ്പോൾ ഈ സമരഭൂമിയിൽ സമരം നിങ്ങൾ തുടങ്ങുന്നു, നിങ്ങളുടെ നേതൃത്വത്തിൽ ഒരു സമരം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു പ്രഹസനമാണ് എന്ന ആരോപണം ഉയരുമ്പോൾ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് അത്ഭുതം തോന്നി ഈ സമരം കണ്ടപ്പോൾ എന്നുള്ളതാണ്. എന്താണ് അങ്ങേക്ക് ഇതിൽ മറുപടി പറയാനുള്ളത്? ഏതായാലും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചത് 10 കൊല്ലമായി നിങ്ങൾ എന്ത് ചെയ്തു എന്നതാണ്. ആ 10 കൊല്ലത്തിൽ ആദ്യത്തെ 5 കൊല്ലവും ഈ ചർച്ചയിൽ കോൺഗ്രസിന്റെ പ്രതിനിധീകരിച്ചിരിക്കുന്ന ശ്രീ PV ശ്രീനിജൻ തന്നെയായിരുന്നു, സജീന്ദ്രൻ തന്നെയായിരുന്നു കുന്നത്തുനാടിന്റെ MLA. ആദ്യത്തെ 5 വർഷം, അതായത് VP സജീന്ദ്രൻ തന്നെയായിരുന്നു കോൺഗ്രസിന്റെ MLA. കൃത്യമായി ഒരു ഡേറ്റ് അദ്ദേഹം പറഞ്ഞു. ഏത് ഈ വിധി അന്തിമമായിട്ട് അല്ല, ഞാൻ പറയട്ടെ, 2022 വിധി വരുന്നത്. കോടതി വിധി വരുന്നതും സുപ്രീം കോടതി വിധി വരുന്നതും എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതും എക്സിക്യൂഷൻ നടപ്പാക്കുന്നതും ഞാൻ MLA ആയിരുന്ന സമയത്ത് 2022 മുതലുള്ള ശ്രീ സജീന്ദ്രൻ അദ്ദേഹം പറയട്ടെ. ശ്രീ സജീന്ദ്രൻ, അരുൺകുമാർ പറയട്ടെ. 2022 മുതലുള്ള കാര്യമാണ് അറിയേണ്ടത്. 2022 ഈ ഉത്തരവ് ഉണ്ടാകുന്നത്. അന്ന് മുതലുള്ള കാര്യം അങ്ങേക്ക് പറയാം. അഡ്വക്കേറ്റ് അരുൺകുമാർ, 2022 ആണ് പെരുമ്പാവൂർ മുൻസിഫ് കോടതിയിൽ നിന്നും ആദ്യ ഉത്തരവ് വരുന്നത്. അതിനുശേഷം ഹൈക്കോടതി ഉത്തരവ്, സുപ്രീം കോടതി ഉത്തരവ്, ഇതെല്ലാം തന്നെ ഈ 7 കുടുംബങ്ങൾക്കെതിരെയാണ്. അപ്പോൾ നിങ്ങൾ എന്തു ചെയ്തു എന്നുള്ള കാര്യം, അപ്പോഴൊക്കെയും അഭിഭാഷക കമ്മീഷൻ അവിടെ എത്തുകയും അവരെ അവിടെ നിന്നും കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. കോടതി ഉത്തരവിന്റെ ബലത്തിൽ അത് നടപ്പാക്കുന്നു എന്നുള്ളതാണ്. സ്വകാര്യ വ്യക്തി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടികൾ മുന്നേറിയത്. കോടതി എല്ലാ ഘട്ടത്തിലും ആ സ്വകാര്യ വ്യക്തിക്കൊപ്പമാണ്. ആ സ്വകാര്യ വ്യക്തിയുടെ കയ്യിൽ ഭൂമി അദ്ദേഹത്തിൻ്റെതാണ് എന്ന രൂപത്തിലുള്ള രേഖകളുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന വാദവും. അതാണ് കോടതി മുഖവിലേക്ക് എടുക്കുകയും ചെയ്തിരിക്കുന്നത്. അരുൺകുമാർ, അങ്ങേക്ക് പറയാം, ഈ 2022 മുതൽ CPM എടുത്ത നിലപാട് എന്തായിരുന്നു? ഞാൻ വളരെ ജനാധിപത്യപരമായ ഒരു ചർച്ചയ്ക്കാണ് ഇരിക്കുന്നത്. ആദ്യത്തെ 12 മിനിറ്റും താങ്കൾ കോൺഗ്രസ് പ്രതിനിധിക്ക് സ്വന്തം വാദം അവതരിപ്പിക്കാൻ അവസരം കൊടുത്തു. ഞാൻ ഇടപെട്ടില്ല. ഞാൻ തുടങ്ങിയപ്പോഴേക്കും അദ്ദേഹം ഇടപെട്ടു. ആങ്കർ എന്ന രൂപത്തിൽ താങ്കളും ഇടപെട്ടു. നിങ്ങൾ തമ്മിലുള്ള ചർച്ചയായിട്ട് മാറ്റുവാണെങ്കിൽ ഞാൻ ഇറങ്ങിയപ്പോൾ എന്റെ കോളും കട്ടാക്കി. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പലതരത്തിൽ തെറ്റിദ്ധരിക്കുന്ന സാഹചര്യമാണ് അവസരം തരുമെങ്കിൽ മാത്രമേ അങ്ങയുടെ അവസരമാണ്. അങ്ങേ അങ്ങോട്ട് തിരിച്ചു വിളിക്കുകയാണ് ചെയ്തത്. അങ്ങ് തെറ്റിദ്ധരിക്കരുത്. കോള് കട്ടായി പോയതാണ്. പറഞ്ഞോളൂ. അപ്പോ ഞാൻ പറഞ്ഞത്, കോൺഗ്രസ് ആദ്യം മുതൽ തന്നെ പ്രചരിപ്പിച്ചത് 10 വർഷമായി ഇവർ എന്തു ചെയ്തു എന്നതാണ്. ഈ ഡിസ്പ്യൂട്ട് തുടങ്ങിയിട്ട് 40 വർഷമായി. 2011 മുതൽ 2021 വരെ 10 വർഷം തുടർച്ചയായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിനിധി കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ ഈ 7 കുടുംബങ്ങളുള്ള പ്രദേശത്തെ MLA ആയിരുന്നു. നിഷേധിക്കോ? 10 വർഷം. അതിനുശേഷം 2021 അവിടെ ഇദ്ദേഹം പരാജയപ്പെടുകയും മറ്റൊരാൾ MLA ആയി LDF വരികയും ചെയ്തു. 2022 ഈ വിധിയുടെ അന്തിമമായിട്ടുള്ള ഹൈക്കോടതി വിധി വന്നു. 2 സെറ്റ് ഓഫ് ഡിസ്പ്യൂട്ട് മുൻസിഫ് കോടതി മുതൽ ഹൈക്കോടതി വരെ പോയി, തിരിച്ചു വന്നു, വീണ്ടും മുൻസിഫ് കോടതി മുതൽ ഹൈക്കോടതി വരെ പോയി. ആദ്യം ഓൾഡ് സർവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഹൈക്കോടതി വരെ പോയത്. അതിനുശേഷം ഹൈക്കോടതി അതിന്റെ വിധിയുടെ പ്രധാനപ്പെട്ട പേജിൽ പറഞ്ഞു, പ്രോപ്പർട്ടി ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം, ഞാൻ വായിക്കാം, കൺസിഡറിംഗ് ദ ഫാക്ട് ആൻഡ് സർക്കംസ്റ്റാൻസ് ഓഫ് ദിസ് കേസ് ഐ ആം ഇൻക്ലൈൻഡ് ടു ഹോൾഡ് ദാറ്റ് ദ റെസ്പോണ്ടന്റ് ആസ് ലീഗൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ദി ശങ്കരൻ നായർ have title over the plain schedule property subject to the proof of identity. കൃത്യമായി പ്രോപ്പർട്ടി ഐഡന്റിഫൈ ചെയ്യണം. ആ വിധി വന്നതിന് ശേഷം അവിടെ പ്രോപ്പർട്ടി ഐഡന്റിഫൈ ചെയ്യപ്പെട്ടത് ന്യൂ സർവേ പ്രകാരമാണ്, റീസർവേ പ്രകാരമാണ്. ആ റീസർവേ പ്രകാരം വന്നപ്പോൾ ഒരു വ്യാജ ഡോക്യുമെന്റ് സൃഷ്ടിക്കപ്പെട്ടു. അന്നുവരെ ഇല്ലാത്ത ഡോക്യുമെന്റ് കോടതിയുടെ ഭാഗമായി മാറി എന്നതാണ് കുടിയൊഴിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന 7 കുടുംബങ്ങളുടെയും വാദം. അത് ഹൈക്കോടതി വരെ പോയി. അതിനുശേഷം കൃത്യമായി പറഞ്ഞാൽ 5/8/2022 ഹൈക്കോടതിയുടെ വിധി വന്നു. പിന്നെ എന്നോടുള്ള ചോദ്യം, അതിനുശേഷമുള്ള 3 വർഷം നിങ്ങൾ എന്തു ചെയ്തു എന്നതാണ്. അതിനിടയിൽ തന്നെ ഇതിലെ ഒന്നാമത്തെ എതിർകക്ഷിയായ കാളുകുറുമ്പന്റെ മകൻ സുപ്രീം കോടതി വീണ്ടും സമീപിച്ചു. കാരണം ഞാൻ ഈ കേസിന്റെ ഡിസ്പ്യൂട്ടിന്റെ ഭാഗമായിരുന്നില്ല,
അതുകൊണ്ട് എന്റെ വാദം കൂടി കേൾക്കണം. 1.5 വർഷം അങ്ങനെ പോയി. ഒരു അഷറഫ് മുതൽ 2 പേർ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. 19.5 ഏക്കർ സ്ഥലം അവിടെ കൃത്യമായി പുറമ്പോക്കാണ്. ആ പുറമ്പോക്ക് അളന്നു തിട്ടപ്പെടുത്തണം. ആ പുറമ്പോക്കിൽ നിരവധി ആളുകൾ കയ്യേറ്റം നടത്തിയിരിക്കുന്നു. ഹൈക്കോടതി തന്നെ ഇതേ സെയിം ബെഞ്ച് തന്നെ, ഒരു ബെഞ്ച് തന്നെ അവിടെ കളക്ടറുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി, ഡോക്യുമെന്റുകൾ പരിശോധിച്ച് കൃത്യമായി സർവേ നടത്തി ബൗണ്ടറി ഫിക്സ് ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കണം എന്ന് പറഞ്ഞു. അതായത് ഹൈക്കോടതി തന്നെ സിവിൽ കേസിൽ ഒരു വിധി, അതിൽ ഗവൺമെന്റ് പാർട്ടിയല്ല. രണ്ടാമത് അഷറഫ് മുതൽ പേർ കൊടുത്ത കേസിലാണ് 19.5 ഏക്കറും അളന്നു തിട്ടപ്പെടുത്തണം എന്ന് നിർദ്ദേശിച്ചത്. അതിന്റെ ഭാഗമായി കളക്ടർ ഇടപെട്ടു, തഹസിൽദാർ ഇടപെട്ടു, സർവേ നിയമപ്രകാരം ഇടപെടേണ്ട മുഴുവൻ അതോറിറ്റിയും ഇടപെട്ടു. അവിടെ ശങ്കരൻ നായർ ഉൾപ്പെടെ ഇതിലെ പരാതിക്കാരൻ ഉൾപ്പെടെ ഉള്ളവരോട് രേഖകൾ ഹാജരാക്കാൻ പറഞ്ഞു. ആ രേഖ പരിശോധിച്ചുകൊണ്ട് മൊത്തത്തിൽ അളന്നു തിട്ടപ്പെടുന്ന പ്രക്രിയ കൃത്യമായി നടക്കുന്ന സാഹചര്യം. ഇതിനിടയിൽ 14 തവണ അവിടെ വിധി നടപ്പാക്കാൻ ശങ്കരൻ നായരുടെ എക്സിക്യൂഷൻ പെറ്റീഷനിൽ ആമീൻ വന്നു, അഡ്വക്കേറ്റ് കമ്മീഷൻ വന്നു, പോലീസ് പ്രൊട്ടക്ഷനുമായിട്ട് അഡ്വക്കേറ്റ് കമ്മീഷൻ വന്നു. പക്ഷെ ഒരു ഘട്ടത്തിൽ പോലും ജലപീരങ്കി അവിടെ വന്നില്ല. ഒരു ഘട്ടത്തിൽ പോലും അവിടെ സ്റ്റിയർ ഗ്യാസ് വന്നില്ല. അവിടെ ഒരു ഘട്ടത്തിൽ പോലും പോലീസിന്റെ അത്യാധുനിക സൗകര്യങ്ങളുമായി എത്തുന്ന സാഹചര്യം ഉണ്ടായില്ല. വരും, പ്രതിഷേധിക്കും, മുദ്രാവാക്യം വിളിക്കും, അവർ തിരിച്ചു പോകും. ഇവിടെ ആദ്യം അങ്ങനെ പോകുന്നത് പോലെ അഭിനയിച്ചു. ജനം പിരിഞ്ഞു പോയപ്പോൾ രണ്ടാമത് തിരിച്ചു വന്നു. അതിനുശേഷം അവിടെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നത്, സ്ത്രീകളെ അടക്കം ആക്രമിക്കുന്നത്, കുട്ടികളെ നിലത്തിട്ട് ബൂട്ടിട്ട് ചവിട്ടുന്നത്, ബലമായി പിടിച്ച് പോലീസ് ജീപ്പിൽ കയറ്റി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്, ഇതെല്ലാം നമ്മൾ കണ്ടു. 14 തവണ ഇത്തരത്തിൽ സാഹചര്യം നമ്മൾ കണ്ടോ? അങ്ങ് പറഞ്ഞല്ലോ, കുറെ വീഡിയോ കയ്യിലുണ്ട്, പുറത്തുവിട്. ഏതെങ്കിലും തരത്തിൽ സ്ത്രീകളെ ചവിട്ടിക്കൂട്ടുന്ന, അവരെ ലാത്തി വെച്ച് അടിക്കുന്ന, അവർക്കെതിരെ ജലപീരങ്കി പ്രയോഗിക്കുന്ന, ജലപീരങ്കി അടിച്ച വെള്ളത്തിൽ തെറിച്ച് കനാലിൽ വീഴുന്ന, അതുപോലെ ക്രൂരമായി പരിക്കേക്കുന്ന ഏതെങ്കിലും വീഡിയോ ഇതിനു മുമ്പ് 14 തവണ ആമീൻ വരുമ്പോ, അഡ്വക്കേറ്റ് കമ്മീഷൻ വരുമ്പോ അവിടെ ഉണ്ടായതായി സംഘർഷം നമ്മളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംഘർഷം ഉണ്ടായിട്ടുണ്ട്. ഒറ്റ മിനിറ്റ് ശ്രീ സജീന്ദ്രൻ, ഞാൻ പറഞ്ഞോട്ടെ. ഞാറക്കാട്ട് ഏലൂര് അറസ്റ്റ് ചെയ്ത് ജയിലായിരുന്നു. ഇദ്ദേഹം പറയാമോ അരുൺകുമാർ? ശരി, ശ്രീ അരുൺകുമാർ, ഒരു കാര്യമാണ്, ഈ അറസ്റ്റ് ചെയ്ത് ജയിലായ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് പൂർത്തിയാക്കോട്ടെ. ഈ പോലീസ് ആക്ഷൻ തന്നെയാണ് സംശയിക്കുന്നത്. നിങ്ങളും സംശയിക്കുകയാണ്, ഭരണപക്ഷം സംശയിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അതീതരായി പോലീസ് വേറൊരു സംവിധാനമായി നിൽക്കുകയാണോ? പോലീസിന് അങ്ങനെ ഒരു ഉത്തരവ് ലഭിച്ചിട്ടില്ല. അപ്പോൾ പോലീസിൽ ഈ ആക്ഷൻ നടത്തിയത് ആരുടെ ഉത്തരവ് പ്രകാരമാണെന്ന ചോദ്യം സ്ഥലം MLA ചോദിക്കുകയാണ്. ശ്രീ അരുൺകുമാർ, ഇത് നിങ്ങളുടെ കാലത്ത് പോലീസ് ആക്ഷൻ ഉണ്ടായിട്ട്, പോലീസ് അവിടെ വന്നിട്ടുണ്ട്, അവിടെ സംഘർഷം ഉണ്ടായിട്ടുണ്ട്, ആളുകൾ ബഹളം വെച്ചിട്ടുണ്ട്, മണിക്കൂറുകളോളം ആ സംഘർഷം നമ്മളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബൂട്ടിട്ട് ചവിട്ടൽ എന്ന രൂപത്തിലേക്കൊന്നും പോയിട്ടില്ല. ഇപ്പോഴും അത് ജലപീരങ്കി പ്രയോഗിച്ചു. അങ്ങ് പറഞ്ഞത് ശരിയാണ്, ജലപീരങ്കി പ്രയോഗിക്കുന്നു, അവിടെ സ്ത്രീകൾ ബോധം കെട്ട് വീഴുന്നു, ആശങ്കപ്പെടുന്നു, അവർ പ്രതികരിക്കുന്നു, ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അതിൽ ഒരു സംശയമാണ് ഇപ്പോൾ കുന്നത്തുനാട് MLA ഉന്നയിക്കുന്നത്. അങ്ങ് എന്നോട് പറയേണ്ടത്, ഈ സമയത്ത്, നേരത്തെ പോലീസ് ആക്ഷൻ ഉണ്ടായ സമയത്ത് നിങ്ങൾ എടുത്ത നിലപാട് എന്താണ്? അങ്ങ് ഈ കോടതി നടപടികൾ വളരെ വിശദമായി പറഞ്ഞു. കോടതി തന്നെ പറയുന്നത് ഡോക്ട്രിൻ ഓഫ് സബ്സ്റ്റാൻഷ്യൽ റെപ്രസെന്റേഷൻ ആണ് ഇതിൽ ആശ്രയിക്കേണ്ടതെന്നുള്ളതാണ്. അതായത് ഈ കോടതിയിൽ പോയി എന്ന് പറഞ്ഞല്ലോ ഇവിടുത്തെ നിലവിൽ താമസിക്കുന്നവർ, അപ്പോൾ അവർക്ക് ഈ ക്രയവിക്രയത്തിൽ അവർ കക്ഷിയല്ല എന്ന് പറയുമ്പോൾ മുൻഗാമികൾ കക്ഷികളായിട്ടുണ്ട്, അപ്പോൾ പിൻഗാമികളും കക്ഷികളാകണം എന്ന രൂപത്തിലേക്ക് കോടതി അത് എടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങേക്ക് അങ്ങനെയല്ലെങ്കിൽ അത് വിശദീകരിക്കാം. നിങ്ങൾ സർക്കാർ, കഴിഞ്ഞ ഇടത് സർക്കാർ 2022 ഇങ്ങനെയൊരു ഉത്തരവ് വന്നപ്പോൾ, അവിടെ ആക്ഷന് വേണ്ടി ഈ അഭിഭാഷക കമ്മീഷൻ വന്നപ്പോൾ എന്തു ചെയ്തു എന്നതാണ് എൻ്റെ ചോദ്യം. അതിനങ്ങൊന്ന് ഉത്തരം പറയൂ. പോലീസ് ആക്ഷനിൽ നമുക്ക് എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. നമ്മളും പറഞ്ഞു, മാധ്യമങ്ങളും പറഞ്ഞു, CPM പറഞ്ഞു, അതാ ഭരണപക്ഷവും പറയുന്നു. ഈ വിഷയത്തിൽ ആദ്യഘട്ടം മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പ്രാദേശികമായിട്ടുള്ള CPM പ്രവർത്തകരും അവിടുത്തെ മുൻ MLAയും ഈ 7 കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെ കൂടെ തന്നെയാണ്. അഡ്വക്കേറ്റ് കമ്മീഷൻ അടക്കം വരുമ്പോൾ മുൻ MLA ഇറങ്ങി നിന്ന് തടയുന്നത്, ആ ദൃശ്യങ്ങൾ റിപ്പോർട്ടർ ചാനലിലും ഉണ്ടാകും. കാരണം പൊതുമണ്ഡലങ്ങളിലെല്ലാം ഉണ്ട്. പലതവണ അവിടെ MLA അടക്കം നിന്നുകൊണ്ട് തടയുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, 10 കൊല്ലം MLA ആയിരിക്കുമ്പോഴും 5 കൊല്ലം പ്രതിപക്ഷത്തിരിക്കുമ്പോഴും താങ്കൾ ഒരു തവണയെങ്കിലും ആ സംഭവ സ്ഥലത്ത് പോയിട്ടുണ്ടോ? ഇന്നലെ ഒരു തവണ മാത്രമാണ് താങ്കൾ അവിടെ ആദ്യമായി സന്ദർശിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റാണെങ്കിൽ ഞാൻ തിരുത്താം. ഇതാണ്, ഒരൊറ്റ കോൺഗ്രസ് നേതാക്കന്മാരോ പ്രവർത്തകരോ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇവിടെ വന്ന് ഇത്രയും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി, കൂട്ടക്കരച്ചിലും എല്ലാ ചാനലുകളും അത് വാർത്തയായി, ഇത്ര ഗൗരവമായി ഇഷ്യൂ വന്നപ്പോ ഇപ്പൊ കോൺഗ്രസ് പറയുന്നു ഞങ്ങളാണ് ഇതെല്ലാം ഏറ്റെടുത്തിരിക്കുന്നത്, ഞങ്ങളാണ് ഇതിന്റെ ഉത്തരവാദിത്വം. അവിടെ CPM പ്രാദേശികമായിട്ട് രാഷ്ട്രീയം കളിക്കുകയാണ് എന്ന്. അങ്ങനെയല്ല.
അവിടെ കുഴിയൊടിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അവരുടെ നിയമ പോരാട്ടത്തിന് പിന്തുണ കൊടുത്ത് എല്ലാ തരത്തിലും അവരോടൊപ്പം നിന്ന് ഈ 14 തവണയും അവർ വരുമ്പോൾ അവർക്ക് ആശ്വാസപരമായി കൂടെ നിന്ന് പോലീസിനെയും അതുപോലെ തന്നെ ആമീനെയും മാത്രമാണോ സർക്കാർ സംവിധാനം? നിങ്ങൾ ഭരണത്തിലിരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് അവർക്ക് ചെയ്തു കൊടുത്തത്? നിങ്ങൾ അവിടെ MLA വന്ന് തടഞ്ഞു എന്നുള്ളതല്ലോ. ഇപ്പോൾ ഇതാ മുൻമന്ത്രി പി രാജീവ് വരികയാണ്, സ്ഥലത്തെ ജില്ലയിലെ മന്ത്രിയാണ്. മുൻമന്ത്രി പി രാജീവ് അവിടേക്ക് ഓടിയെത്തുന്നു. ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് മുൻമന്ത്രി ആർ ബിന്ദു ഓടിയെത്തുന്നു. അപ്പോൾ ഈ ഓടിയെത്തലൊന്നും ഈ ഭരണകാലത്ത് നിങ്ങൾക്കുണ്ടായിരുന്നില്ല എന്നുള്ള ചോദ്യം മുഖ്യമന്ത്രി തന്നെ ചോദിക്കുകയാണ്. അതിന് മറുപടിയുണ്ടോ? ആ ചോദ്യത്തിനാണ് വളരെ സ്ഫുടമായി ആ ചോദ്യത്തിന് ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ തന്നെ ഞാൻ മറുപടി പറഞ്ഞു. 2 തലമാണ്. ഒന്ന്, 2 വ്യക്തികൾ തമ്മിലുള്ള സിവിൽ ഡിസ്പ്യൂട്ട്. ആ ഡിസ്പ്യൂട്ട് 2 ഘട്ടത്തിൽ മുൻസിഫ് കോടതി മുതൽ ഹൈക്കോടതി വരെ പോകുന്നു, ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതി വരെ പോകുന്നു. അതിൽ ഗവൺമെന്റ് ഹാസ് നോ റോൾ അറ്റ് ഓൾ. ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുക കൃത്യമായി ഇതിന്റെ പൊതുപ്രശ്നം 19.25 ഏക്കറിലെ പുറമ്പോക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും പഠനം നടത്തി, പരിശോധന നടത്തി, ബൗണ്ടറി നിശ്ചയിച്ച് പുറമ്പോക്ക് കണ്ടെത്തി ഏതെങ്കിലും തരത്തിൽ ആളുകൾ കുടിയൊഴിപ്പിക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ, അവർക്ക് പട്ടയം കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുകയാണ്. ഇതിൽ അഷറഫ് മുതൽ പേർ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയുടെ ജസ്റ്റിസ് മുരളി പുരുഷോത്തമൻ കളക്ടർക്ക് നിർദ്ദേശം കൊടുത്തു. ആ പ്രദേശം മുഴുവൻ അളക്കണം, 19.25 ഏക്കറും അളക്കണം, അളന്ന് തിട്ടപ്പെടുത്തണം, പുറമ്പോക്കുണ്ടോ എന്ന് കണ്ടെത്തണം, പുറമ്പോക്ക് കയ്യേറിയിട്ടുണ്ടെങ്കിൽ അവരെ ഒഴിപ്പിക്കണം, അതുപോലെ ഒഴിപ്പിക്കുന്നവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് അനുബന്ധമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അത്തരം കാര്യങ്ങൾ കളക്ടർ ആരംഭിച്ചു, തഹസിൽദാർ ആരംഭിച്ചു. സർവേ ആൻഡ് ബൗണ്ടറീസ് ആക്ട് പ്രകാരം നോട്ടീസ് കൊടുത്തു. ഈ ശങ്കരൻ നായരുടെ കുടുംബത്തിന് തന്നെ ആദ്യത്തെ നോട്ടീസ് കൊടുത്തു. നിങ്ങളുടെ കയ്യിലുള്ള രേഖ കൊണ്ടുവരണം, ആ രേഖ ഇല്ലെങ്കിൽ ഞങ്ങൾ ഇത് പരിശോധിക്കാൻ പോവുകയാണ്. അത്തരത്തിലുള്ള പ്രൊസീഡിങ്സ് സമാന്തരമായി ഗവൺമെന്റ് നേതൃത്വത്തിൽ, കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു സിവിൽ ഡിസ്പ്യൂട്ടിൽ ഗവൺമെന്റിന് ഇടപെടാൻ കഴിയില്ല എന്ന ബുദ്ധിമുട്ട് നിലനിൽക്കെ ഇടപെടാവുന്ന മേഖലകളിൽ ശക്തമായിട്ട് ഇടപെട്ട് പോവുകയാണ്. നിങ്ങൾക്ക് പരിമിതിയുണ്ട്. ഇത് പുറമ്പോക്കാണോ സ്വകാര്യ? ഒരു മിനിറ്റ് ശ്രീ സജീന്ദ്രൻ, പുറമ്പോക്കാണോ സ്വകാര്യ ഭൂമിയാണോ എന്നതിൽ നിങ്ങൾക്കും വ്യക്തത. സ്ഥലം MLA ആണ് പറയുന്നത്. ഒരു മിനിറ്റ് ശ്രീ അരുൺകുമാർ, നിങ്ങൾ ഈ പരിഹാസം നിങ്ങൾക്ക് തിരിച്ചടിയായെന്ന് നിങ്ങളുടെ പാർട്ടി തന്നെ വിലയിരുത്തിയ സമയമാണല്ലോ. ക്ഷമയോടെ കേൾക്കൂ ശ്രീ സജീന്ദ്രൻ. ഒരു മിനിറ്റ് ശ്രീ സജീന്ദ്രൻ. ഇതുവരെ മുൻസിഫ് കോടതി, ഒരു മിനിറ്റ് അരുൺകുമാർ, ഞാൻ അങ്ങയോടാണ് ചോദിക്കുന്നത്. മുൻസിഫ് കോടതി മുതൽ സുപ്രീം കോടതി വരെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. നിങ്ങൾ ആ സമയത്ത് ഓടി വന്നിങ്ങനെ തടഞ്ഞാൽ പോരല്ലോ. സർക്കാരിൻ്റെതായ ചുമതലയുണ്ടല്ലോ. ആ സമയത്ത് ഈ വിഷയം വന്നപ്പോൾ സർക്കാർ തന്നെ പറഞ്ഞിട്ടുള്ളത് അത് സ്വകാര്യ കേസാണെന്നാണ്, സിവിൽ കേസാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഇടപെടാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇടപെടാൻ പറ്റുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.